ഗേസ്, നമ്മുടെ അമ്മുക്കുട്ടി മുട്ട കഴിക്കൂല, മുട്ടയും കഴിക്കൂല, ഇറച്ചിയും കഴിക്കൂല. ഇപ്പം ഞാൻ മുട്ട എങ്ങനെയെങ്കിലും അതിൻ്റെ എന്തെങ്കിലും കുറവ് കൊണ്ട് പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉപ്പേരിയിൽ നിന്ന് എല്ലാവർക്കും അറിയാമോ, തോരൻ അങ്ങനെയെല്ലാം പറയും. അതിൽ പയറ് അങ്ങനത്തെ ഇതെല്ലാമെന്നെങ്കിൽ അതിലൊരു മുട്ട ഉടച്ച് വരും, തേങ്ങയെല്ലാം ഇടുന്നതിന് പകരം അങ്ങനെ ചെയ്യും. അങ്ങനെ എത്തലുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ മുട്ട ഉടച്ച് വരുന്ന ആപ്പന് ഇഷ്ടമല്ല. ഇവൾ കുറേ ദിവസമായി ഇപ്പോൾ മുട്ട കഴിക്കാത്ത, കുറേ ദിവസം വെച്ചാൽ ഒരു 5-6 മാസമായി അങ്ങനെ മുട്ട ഓളെ ശരീരത്തെത്താത്ത. അല്ലാണ്ട് ഓളെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടെല്ലാം മുട്ട പുഴുങ്ങി കൊടുക്കണം. 2 ഓപ്പറേഷൻ അണ്ടാശയെല്ലാം എടുത്തതാണ് അവൾക്ക്. അപ്പോൾ അങ്ങനെ മുട്ട പുഴുങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും അന്നേരം ഒന്നും കഴിച്ചിട്ടില്ല. കരച്ചിലാ, എനിക്ക് വേണ്ട, ഞാൻ കഴിക്കൂല എന്ന് പറ്റി. ഇപ്പോൾ കാലിൻ്റെ പ്രശ്നം വന്നേരെ ഡോക്ടർ പറഞ്ഞ് മുട്ടയും പാലും എല്ലാം കഴിക്കണം എന്നാണ്. പാല് തീരെ കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ മുട്ട ഡോക്ടർ തന്നെ പറഞ്ഞു, ഒന്നും ഉള്ളിയും വേണ്ട, ഒന്നും ഇല്ലാണ്ട് ഇത്തിരി ഉപ്പും ഒരു എരിവ് വേണമെങ്കിൽ ലേശം കുരുമുളകിൻ്റെ ഇട്ടിട്ട് നിങ്ങൾ ഒന്ന് ആക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ 2-3 ദിവസമായിപ്പം ഡോക്ടർ വിളിച്ച് ചോദിക്കുകയും ചെയ്ത് പിന്നെ എങ്ങനെയാണ് കഴിക്കുന്നുണ്ടോ എന്നല്ലോ. ഇവളിങ്ങനത്തെ ഒരു ചാട്യം പിടിക്കുന്നതിന് ഡോക്ടർ ചോദിക്കുന്നതാ. അപ്പം ഞാൻ നോക്കൊരു മുട്ടേൻ്റെ ഒന്നുമില്ല, ഇതാ വെറും പിന്നെ മുട്ട ഉടച്ച് പാർന്ന് അല്ലെങ്കിൽ നുള്ള് കുരുമുളകും ഒരിത്തിരി ഉപ്പും ഇട്ടിട്ട് ഇത് വാർന്ന് കൊടുക്കട്ടെ. മോളോട് ഡോക്ടർ പറഞ്ഞല്ലേ അമ്മോ ഇങ്ങോട്ട് തിന്നണെന്ന്. എന്തെന്നാ വിഷമം എനിക്കാ, തിന്നുവേ നല്ല ഓരോന്നോരോന്ന് എടുത്ത് തിന്ന്. അങ്ങനെ അമ്മൂട്ടി മുട്ട തിന്നട്ടെ. എന്നാ ശരി.